നിയമം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിടിച്ചു മുറുക്കുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വല്ലാത്ത തിരിച്ചടി ലഭിച്ചു. ബിസിനസ് മൂല്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചു, ബാങ്കുകളെ വഞ്ചിച്ചു. ഈ കുറ്റങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കോടതി ചാർത്തിയിരിക്കുന്നു. ന്യൂയോർക്ക് കോടതി 355 മില്യൺ അമേരിക്കൻ ഡോളറാണ് പിഴ വിധിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്. 3 കൊല്ലത്തേക്ക് ന്യൂയോർക്കിൽ ഇനി ഇദ്ദേഹത്തിന് വായ്പയ്ക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. അതുപോലെ കമ്പനി ഓഫീസറാകാൻ പറ്റില്ല, കമ്പനി ഡയറക്ടറുമാകാൻ പറ്റില്ല. ഇതിനെല്ലാം കോടതി വിലക്കേർപ്പെടുത്തി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. മയാമിയിൽ നിന്ന് മധു കൊട്ടാരക്കര അല്പ നിമിഷങ്ങൾക്കകം ചേരും. മയാമിയിൽ അദ്ദേഹം മധു കൊട്ടാരക്കര എത്താൻ അദ്ദേഹത്തിന് ഒരു ചെറിയ കാരണമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. 50 വയസ്സ് തികയാണ്. 50 വയസ്സെന്ന് വെച്ചാൽ അര നൂറ്റാണ്ട് തികഞ്ഞിട്ടാണ് മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹായ് മധു കൊട്ടാരക്കര, ഹാപ്പി ബർത്ത്ഡേ. മയാമിയിലെ ജനങ്ങൾക്കെല്ലാം ഭീഷണിയായി അവിടെ എപ്പോഴാണ് ഇറങ്ങിയത്? മയാമിയിൽ നിന്ന് ഏതാണ്ട് ഒരു 200 കിലോമീറ്റർ ദൂരെ സമുദ്രത്തിന്റെ നടുക്കൂടെ ഒരു സ്ഥലം പോകും. അവിടെ കീബസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ശ്രമിക്കുന്നത്. അല്പം കൂടെ പറയും, സമുദ്രത്തിന്റെ നടുക്കൂടെ എങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതാണ്? എത്ര കിലോമീറ്റർ കടന്നാലാണ്? ചെറിയ ഭൂമിയും പിന്നെ ഇടയ്ക്ക് പാലങ്ങളും ഒക്കെയാണ്. ശരിക്കും നമുക്ക് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, അതുപോലുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അമേരിക്ക വരുന്നവർ കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് പറ്റിയാൽ പിന്നെ തൊട്ടപ്പുറത്ത് ക്യൂബയാണോ? ഏത് സ്ഥലമാണ് ഉള്ളത്? ഇവിടുന്ന് നീന്തിയാൽ നമുക്ക് നേരെ ക്യൂബയിൽ ചെല്ലാം. അപ്പോൾ നീന്തണ്ട, മുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ കുടുംബത്തിനും ആഹ്ലാദമായിരിക്കട്ടെ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രേക്ഷകനി അമേരിക്കയിലെ കാലിഫോർണിയയിലെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, വിവാഹം ഒരു കരാറാണ്, ഒത്തുതീർപ്പുകളും ഒക്കെ വേണമെന്ന് പറയുന്നു. ഒത്തുതീർപ്പോടെയാണ് മയാമിയിൽ ഇറങ്ങിയതെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും 50 ആകുമ്പോൾ നമ്മൾ അങ്കിളാവുകയാണ് സാർ. അപ്പൊ അതുകൊണ്ട് 50 മുതൽ 60 വരെ കൂടുതലും നമ്മൾ ഇന്ന് കുടുംബത്തിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാർത്തയിലേക്ക്. താങ്കൾ അങ്കിളായി, അങ്കിൾ മധു, ബാക്കി കാര്യങ്ങൾ പറയും. ഡൊണാൾഡ് ട്രംപിന് ന്യൂയോർക്ക് കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒരു സിവിൽ വ്യവഹാരവുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന്റെ ആസ്തികളൊക്കെ പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ള ഒരു കുറ്റത്തിലാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത്. 355 അമേരിക്കൻ ഡോളർ പിഴ കൊടുക്കണമെന്നാണ് വിധി വന്നിരിക്കുന്നത്. ട്രംപും ഒരു ദശാബ്ദക്കാലമായിട്ട് 800 മില്യൺ മുതൽ 2.2 ബില്യൺ ഡോളർ വരെ ആസ്തിയുള്ളതായി പെരുപ്പിച്ച് കാണിച്ച് ബാങ്കുകളിൽ നിന്നും അല്ലാതെയും നിന്നൊക്കെ വായ്പ എടുത്തു. അപ്പൊ ഈ ഒരു കുറ്റമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിന് 3 വർഷത്തേക്ക് ന്യൂയോർക്കിലുള്ള ബിസിനസ്സുകൾ നടത്തുവാൻ സാധിക്കത്തില്ല, അതിന്റെ തലപ്പത്തിരിക്കുവാൻ സാധിക്കത്തില്ല. ഡൊണാൾഡ് ട്രംപിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആൺമക്കൾക്കും ഈ വിലക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിന്റെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രതിസന്ധി നേരിടും. തന്നെയുമല്ല, 30 ദിവസത്തിനകം ഈ 355 മില്യൺ ഡോളർ കെട്ടിവെക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ ബോണ്ട് കെട്ടിവെക്കണം. ഒരു മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ ട്രംപിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള മുഴുവൻ പൈസ എടുത്താൽ ഏകദേശം ഇത്രയും തന്നെ ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെയല്ല, ഇലക്ഷന് വലിയ ഫണ്ടിങ് ആവശ്യമാണ്. അതുകൊണ്ട് ട്രംപ് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ട്രംപ് പറയുന്നത് ഇതിനെതിരെ അപ്പീൽ പോകും. അത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് തന്നെ പല വായ്പകൾ എടുത്തതാണ് ഇപ്പോൾ ഈ കോടതി കാണിക്കുന്നത്. തന്നെയല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അറ്റോർണി ജനറൽ ആജീവാനന്ദ വിലക്കിനാണ് ശ്രമിച്ചത്. പക്ഷേ കോടതി 3 വർഷത്തേക്കാണ് വിലക്ക് കൊടുത്തിരിക്കുന്നത്. ട്രംപ് 4 ക്രിമിനൽ കേസ് ഇത് കൂടാതെ നേരിടുന്നുണ്ട്. തന്നെയല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അവസാനം തെളിഞ്ഞു വരുന്നത് ജോ ബൈഡനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് ഡൊണാൾഡ് ട്രംപ് ആണെന്നിവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.